ഇൻഡസ്ട്രീസ് ഇൻ കേരളയിലെ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും തിരുവനന്തപുരത്തെ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതൊരു ലീഡിംഗ് ആയിട്ടുള്ളൊരു മാനുഫാക്ചറാണ് ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ. അതായത് ടൈറ്റാനിയം ഡയോക്സൈഡിന് തന്നെ അത് പല ഫോംസിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ അനറ്റൈസ് ഗ്രേഡിലുള്ളതിൻ്റെ മാനുഫാക്ചറാണ് Travancore titanium product എന്ന് പറയുന്നത്. Okay, so this Travancore titanium product is the leading manufacturer of anodized grade titanium dioxide in India. ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് 1946 തിരുവനന്തപുരത്ത്, അതായത് നമ്മുടെ കേരളത്തിൻ്റെ ക്യാപിറ്റലിലെ, അത് അന്നത്തെ ട്രാവൻകൂറിലെ കിങ് ശ്രീ ചിത്തിര തിരുനാൾ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ടൈറ്റാനിയം ഡയോക്സൈഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി തിരുവനന്തപുരത്ത് 1946 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. അത് നല്ല ഗ്രേഡുള്ള പിഗ്മെന്റ് അതാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്നത് മെയിൻലി അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഇൽമനേറ്റ് നിന്നാണ്. അത് ഇൽമനേറ്റ് നമ്മുടെ ബീച്ചസിൽ, നമ്മുടെ കേരളത്തിലെ തന്നെ കോസ്റ്റൽ ഏരിയാസിലെ ബീച്ചസ് ലൈക്ക് കൊല്ലം, അവിടെയൊക്കെ ധാരാളം ഡെപ്പോസിറ്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കൊല്ലത്തിലെ ആ ബീച്ച് സൈഡ് എന്നൊക്കെ പറയുന്നത് ഏകദേശം തിരുവനന്തപുരത്ത് നിന്ന് 65 കിലോമീറ്റർ നോർത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഇൽമനേറ്റ് ധാരാളം കൊല്ലം റീജിയൻസിലെ ഫൗണ്ട് ആയിട്ടുണ്ട്, കാണപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്ലാന്റ് നമ്മുടെ നമ്മുടെ ക്യാപിറ്റൽ ഓഫ് കേരള ആയിട്ടുള്ള തിരുവനന്തപുരത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ഇനി ഇൽമനേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ടൈറ്റാനിയം ഡയോക്സൈഡ് ആൻഡ് അയോൺ. TiO2ന്റെ അയോണിന്റെ ഒരു മിക്സ്ചറാണ് ഇൽമനേറ്റ്. ഓക്കെ, അല്ല അയോൺ മെയിൻലി ഫെറസ് ഓക്സൈഡോ ഫെറിക് ഓക്സൈഡോ ആ തരത്തിലൊരു ഫോമിലായിരിക്കും അത് എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇൽമനേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ മിക്സ്ചർ ഓഫ് ടൈറ്റാനിയം ഡയോക്സൈഡ് ആൻഡ് അയോൺ. അയോൺ വിൽ ബി ഇൻ ദ ഫോം ഓഫ് ഫെറിക് ഓക്സൈഡ് ഓർ ഫെറസ് ഓക്സൈഡ്. സോ ദിസ് ഇൽമനേറ്റ് ഓർ ഫസ്റ്റ് തന്നെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കുറച്ച് പ്രോസസ്സിന് കഴിയുമ്പോൾ നമുക്ക് ടൈറ്റാനിയം ഡയോക്സൈഡും അതുപോലെ ഫെറസ് സൾഫേറ്റും കിട്ടുന്നു. അതാണ് ഇവിടുത്തെ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, സോ ദിസ് മാനുഫാക്ചർ ഓഫ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഫ്രം ഇൽമനേറ്റ് ഈസ് മെയിൻലി ബൈ എ പ്രോസസ് കോൾഡ് സൾഫേറ്റ് പ്രോസസ്. നമുക്ക് ഈ ഇൽമനേറ്റിൽ നിന്നും ടൈറ്റാനിയം ഡയോക്സൈഡിനെ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നു. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സൾഫേറ്റ് പ്രോസസ്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ സൾഫേറ്റ് പ്രോസസ് എന്ന് ചോദിച്ചാലും ഈ മെത്തേഡ് തന്നെയാണ്, നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് തന്നെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ്. അത് ശ്രീ ചിത്തിര തിരുനാൾ ട്രാവൻകൂർ കിങ് ആണ് അത് ഇനീഷ്യേറ്റ് ചെയ്തത്. ഈ ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ മെയിൻ ആയിട്ടുള്ള ഓർ എന്ന് പറയുന്നത് ഇൽമനേറ്റ് ആണ്. അപ്പോൾ അത് ഇൽമനേറ്റിൽ ശരിക്കും പറഞ്ഞാൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ടായിരിക്കും, അയോൺ ഇൻ ദ ഫോം ഓഫ് ഫെറസ് ഓക്സൈഡ് ഓർ ഫെറിക് ഓക്സൈഡ്. അതിൽ നിന്നാണ് നമ്മൾ ടൈറ്റാനിയം ഡയോക്സൈഡിനെ വേർതിരിച്ചെടുക്കുന്നത്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സൾഫേറ്റ് പ്രോസസ്സ്. ഓക്കെ, പിന്നെ മെയിൻലി ഈ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സിലെ ടൈറ്റാനിയം ഡയോക്സൈഡ് ഇൻ ദ ഫോം ഓഫ് അനറ്റൈസ് ഗ്രേഡ് അതാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ഈ ഇൽമനേറ്റ് എന്ന് പറയുന്ന ഓറിനെ നമുക്ക് എങ്ങനെ കെമിക്കൽ ഫോർമുലയായിട്ട് എഴുതാം? FeTiO3. ഇതാണ് അതിന്റെ ഫോർമുല. ഇൽമനേറ്റ് ഈസ് FeTiO3. ആസ് വി ഹാവ് ഓൾറെഡി സെഡ്, ഇറ്റ് ഈസ് എൻ ഓക്സൈഡ്. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് എന്തൊക്കെ കോമ്പിനേഷൻസ് ആണ് അതിലുള്ളത്? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ടൈറ്റാനിയം ഡയോക്സൈഡ് ആൻഡ് അയൺ ഓക്സൈഡ്. ദിസ് അയൺ ഓക്സൈഡ് ക്യാൻ ബി ഐദർ ഇൻ ഫെറസ് oxide form or ferric oxide form. So this ilmenite FeTiO3, it is an oxide of TiO2 and iron oxide. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിനെ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അതിന്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. സോ FeTiO3 എന്ന് പറയുന്നത് നമ്മുടെ ഇൽമനേറ്റ്, അതിനെ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, so this ilmenite is first treated with the concentrated sulfuric acid. അപ്പോൾ എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത്? ടൈറ്റാനിയം ഓക്സിജൻ സൾഫേറ്റ്, അതാണ് TiOSO4. ടൈറ്റാനിയം ഓക്സിജൻ സൾഫേറ്റ് ഫോം ചെയ്യുന്നു. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ FeSO4ഉം വാട്ടറും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ടൈറ്റാനിയം ഓക്സിജൻ സൾഫേറ്റ്
it is formed. ഇതാണ് നമുക്ക് വേണ്ട മെറ്റീരിയൽ. വിച്ച് ഈസ് സെലക്റ്റീവ്ലി എക്സ്ട്രാക്റ്റഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു TiO2. ഈ ടൈറ്റാനിയം ഓക്സിജൻ സൾഫേറ്റ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അതിനെ TiO2 ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. So this ilmenite is treated with or digested with 60% excess of concentrated sulfuric acid. ഈ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ആ സൾഫ്യൂരിക് ആസിഡ് about 60% എക്സസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. പിന്നെ നമ്മൾ ടെമ്പറേച്ചർ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അറൌണ്ട് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവുന്നത്. So this ilmenite ore, that is FeTiO3, it is first treated with a 60% excess of concentrated sulfuric acid at a temperature of 100 degrees Celsius. Then we get titanium oxygen sulfate and FeSO4. Okay. അപ്പോൾ ഈ ഫെറസ് സൾഫേറ്റ് ഉണ്ടല്ലോ, FeSO4, അത് ശരിക്കും പറഞ്ഞ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അതിനെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ. നമുക്ക് വേണ്ടത് എന്താണ്? TiOSO4 ആണ്. അതിൽ നിന്ന് നമുക്ക് ഫെറസ് സൾഫേറ്റിനെ, വേസ്റ്റ് ആയിട്ടുള്ള ഫെറസ് സൾഫേറ്റിനെ റിമൂവ് ചെയ്യണം. ഓക്കെ. ഇനി ഫെറസ് സൾഫേറ്റിന്റെ പ്രത്യേകത എന്താണ്? ആസ് ഫെറസ് സൾഫേറ്റ് ഈസ് നോട്ട് വെരി സോളിബിൾ അറ്റ് ലോ ടെമ്പറേച്ചർ, ദ solution is cooled to around 15 degrees Celsius and ferrous sulfate crystallizes out. അതായത് ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് വേസ്റ്റ് ആണ്. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് വെരി സോളിബിൾ അറ്റ് ലോ ടെമ്പറേച്ചർ. കുറവ് ടെമ്പറേച്ചറിൽ അത് ഇറ്റ്സ് നോട്ട് വെരി സോളിബിൾ. അപ്പോൾ ആ സൊല്യൂഷൻ നമുക്ക് കിട്ടണില്ലേ? നമുക്ക് ഈ മൂന്നും കൂടിയുള്ള മിക്സ്ചർ കിട്ടിയില്ലേ? നമുക്ക് എന്താണ് ഇൽമെനൈറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ അതിൽ ഫെറസ് സൾഫൈറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ആ സൊല്യൂഷനെ കൂൾ ചെയ്യുക അറൌണ്ട് 15 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എന്താവും? ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് ആയിട്ട് സെപ്പറേറ്റ് ഔട്ട് ചെയ്യും. ഓക്കെ. സോ ദിസ് ക്രിസ്റ്റൽസ് ഓഫ് ഫെറസ് സൾഫേറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഫിൽട്രേഷൻ. ഓക്കെ. അങ്ങനെ ബാക്കിയുള്ള ആ പ്രോഡക്റ്റ് ഉണ്ട്. അതായത് ദ റിമൈനിങ് അക്വസ് ഡൈജഷൻ പ്രോഡക്ട്സ്, അതായത് നമ്മുടെ ടൈറ്റാനിയം ഓക്സിജൻ സൾഫേറ്റും വാട്ടറും ഫെറസ് സൾഫേറ്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ ഫെറസ് സൾഫേറ്റ് നമ്മൾ ടെമ്പറേച്ചർ ഏകദേശം 15 ഡിഗ്രി സെൽഷ്യസ് ആക്കിയപ്പോൾ അത് ക്രിസ്റ്റൽ ഔട്ട് ചെയ്തു. അപ്പോൾ അത് മാറ്റി. ഇനി ആ ബാക്കിയുള്ള ഡൈജഷൻ പ്രോഡക്റ്റ് ഇല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം? 110 ഡിഗ്രി സെൽഷ്യസിലെ ഹീറ്റ് ചെയ്യണം. അതെന്തിനാണ്? ടു ഹൈഡ്രോളൈസ് ദ ടൈറ്റാനിയം ഓക്സിജൻ സൾഫേറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കും? അതായത് ഇപ്പം നമ്മുടെ മിക്സ്ചറിൽ എന്തൊക്കെയുണ്ട്? ഡൈജഷൻ പ്രോഡക്റ്റിൽ എന്തൊക്കെയുണ്ട്? ടൈറ്റാനിയം ഓക്സിജൻ സൾഫേറ്റും ഉണ്ട്, വാട്ടറും ഉണ്ട്. ഫെറസ് സൾഫേറ്റ് നമ്മൾ മാറ്റി. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? 110 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? ഹൈഡ്രേറ്റഡ് ടൈറ്റാനിയം ഡയോക്സൈഡും സൾഫ്യൂരിക് ആസിഡും ആയിട്ട് കിട്ടുന്നു. ഓക്കെ. അതിനെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആസ് എ റിസൾട്ട്, സൾഫ്യൂരിക് ആസിഡ് വേസ്റ്റ് ആൻഡ് എ precipitate gel containing hydrated titanium dioxide are formed. ഓക്കെ. അപ്പോൾ ഫെറസ് സൾഫേറ്റ് മാറ്റിയതിന് ശേഷമുള്ള ഡൈജഷൻ പ്രോഡക്റ്റിന് നമ്മൾ 110 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു? നമുക്ക് സൾഫ്യൂരിക് ആസിഡ് വേസ്റ്റ് ആയി മാറ്റി കിട്ടുന്നു. അതുപോലെ precipitate gel containing hydrated titanium dioxide നമുക്ക് കിട്ടുന്നു. ഓക്കെ. ഇനി ലാസ്റ്റ് സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ കിട്ടിയ ഹൈഡ്രേറ്റഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഇല്ലേ, ഹൈഡ്രേറ്റഡ് ടൈറ്റാനിയം ഡയോക്സൈഡ്, it is heated in larger rotary kilns to drive off the water and produce crystals of anatase or rutile. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ കിട്ടിയ ഹൈഡ്രേറ്റഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ടല്ലോ, ആ ഹൈഡ്രേറ്റഡ് ടൈറ്റാനിയം ഡയോക്സൈഡിൽ നിന്ന് നമുക്ക് എന്ത് കളയണം? വാട്ടറിനെ കളയണം. വി ഹാവ് ടു ഡ്രൈവ് ഓഫ് വാട്ടർ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് TiO2NH2O, അതായത് ഹൈഡ്രേറ്റഡ് ടൈറ്റാനിയം ഡയോക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. എന്തിൽ വെച്ചിട്ട്? റോട്ടറി കിന്നിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടൈറ്റാനിയം ഡയോക്സൈഡ് കിട്ടുന്നു. ആൻഡ് ദിസ് ടൈറ്റാനിയം ഡയോക്സൈഡ് വിൽ ബി ഐദർ ഇൻ അനറ്റൈസ് ഓർ റൂട്ടൈൽ ഫോം. സോ അപ്പോൾ നമുക്ക് വാട്ടർ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ടെമ്പറേച്ചർ ഏകദേശം 200 to 300 ഡിഗ്രി സെൽഷ്യസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഈ വെള്ളത്തിനെ, വാട്ടർ കണ്ടന്റിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നു. എന്നിട്ട് ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സീഡ് ക്രിസ്റ്റൽസ് ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഫൈനൽ ഹീറ്റിംഗ് റേറ്റിനനുസരിച്ചിട്ടാണ് നമുക്ക് അനറ്റൈസ് ആണോ റൂട്ടൈൽ ആണോ ഫോം ചെയ്യണത് എന്ന്
ഉറപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ഫൈനൽ ഹീറ്റിംഗ് ടെമ്പറേച്ചർ ഏകദേശം 800 to 800 to 850 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമുക്ക് അനറ്റൈസ് ഫോം ഓഫ് TiO2 ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈ ഫൈനൽ ഹീറ്റിംഗ് ടെമ്പറേച്ചർ 900 to 930 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമുക്ക് റൂട്ടൈൽ ഫോം ഓഫ് ടൈറ്റാനിയം ഡയോക്സൈഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, so the sulfate process requires the use of very large quantities of sulfuric acid and produces copious amount of acidic waste. This acidic waste would cause significant damage to the environment if not disposed of responsibly. അതായത് നമ്മൾ ഇവിടെ കണ്ടു അല്ലേ, നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ഒക്കെ നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തില് ഇവിടെ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സൾഫേറ്റ് പ്രോസസ്സ് വഴി നമുക്ക് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അസിഡിക് വേസ്റ്റ് ആയിട്ട് നമുക്ക് കുറെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ അസിഡിക് വേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് എൻവയോൺമെന്റിന് ഡാമേജ് ചെയ്യും ഇഫ് നോട്ട് ഡിസ്പോസ്ഡ് ഓഫ് പ്രോപ്പർലി. ഉണ്ടാവുന്ന അസിഡിക് വേസ്റ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ കോസ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. ഇതാണ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സിലുള്ള പ്രോസസ്, മെയിൻലി ദ സൾഫേറ്റ് പ്രോസസ്. ഇനി എന്തൊക്കെയാണ് TiO2ന്റെ യൂസസ്? നമുക്കറിയാം മിക്ക കോസ്മെറ്റിക്സിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് TiO2. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് TiO2 ഈസ് ഇൻ ദ ഫീൽഡ് ഓഫ് കോസ്മെറ്റിക്സ്, ദെൻ പെയിന്റ്സ്, വാർണിഷസ്. കോസ്മെറ്റിക്സ്, അതുപോലെ പെയിന്റ്സ്, വാർണിഷസ്, ഇതിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് വൈറ്റസ്റ്റ് ഓഫ് ഓൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ വൈറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ടൈറ്റാനിയം ഡയോക്സൈഡ്. ആൻഡ് ദിസ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഓൾസോ ഫൈൻഡ്സ് അപ്ലിക്കേഷൻസ് ഇൻ പേപ്പർ ഇൻഡസ്ട്രി, ദെൻ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി, ദെൻ ഇങ്ക്സ് ഫോർ ഇങ്ക് പ്രിന്റിംഗ്, then for cosmetic products, then for food products, then for fibers. അതിലൊക്കെ ഇത് ടൈറ്റാനിയം ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ ടെക്നിക്കൽ പ്രൊഡക്ഷൻ ഓഫ് ടെക്നിക്കൽ പ്യുവർ ടൈറ്റാനിയം, ഗ്ലാസ് സിറാമിക്സ്, ഇലക്ട്രിക്കൽ സിറാമിക്സ്, ദെൻ കാറ്റലിസ്റ്റ്, ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്, കെമിക്കൽ ഇന്റർമീഡിയറ്റ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാനും ടെക്നിക്കൽ പ്യുവർ ആയിട്ടുള്ള ടൈറ്റാനിയം ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്ലാസ് സിറാമിക്സ്, ഇലക്ട്രിക്കൽ സിറാമിക്സ്, അതുപോലെ കെമിക്കൽ ഇന്റർമീഡിയറ്റ്സ്, ദെൻ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്, അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ TiO2 ഏറ്റവും നല്ല വൈറ്റ് പിഗ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ ബ്രൈറ്റ്നെസ്സും അതിന് വെരി ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഏകദേശം നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസിലൊക്കെ പിഗ്മെന്ററി ആയിട്ട് ഏകദേശം 4.6 മില്യൺ ടൺസ് ഓഫ് TiO2 ആർ യൂസ്ഡ് ആനുവലി വേൾഡ് വൈഡ്. നല്ല വൈറ്റ് പിഗ്മെന്റ് ആണ്. അപ്പൊ നല്ല ബ്രൈറ്റ്നെസ്സും ഉണ്ട്, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഉണ്ട് TiO2ന്, ടൈറ്റാനിയം ഡയോക്സൈഡിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം 4.6 മില്യൺ ടൺസ് ഓഫ് പിഗ്മെന്ററി TiO2 യൂസ് ചെയ്യുന്നുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. ഓക്കെ, ദെൻ TiO2 ഇൻ ദ അനറ്റൈസ് ഫോം എക്സിബിറ്റ്സ്, ഞാൻ പറഞ്ഞല്ലോ 2 ഫോംസ് ഉണ്ട്, അനറ്റൈസ് ഫേസ് ഉണ്ട്, റൂട്ടൈൽ ഫേസ് ഉണ്ട്. ഇനി അനറ്റൈസ് ഫേസിൽ ഉള്ള TiO2 അത് അനറ്റൈസ് ഫോമിലുള്ള TiO2 അത് ഫോട്ടോ കാറ്റലിറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്നതാണ് അണ്ടർ UV ഇറാഡിയേഷൻ. അത് പെയിന്റ്സിലൊക്കെ ഇറ്റ് ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് ബ്രില്യൻ വൈറ്റ്, നല്ല വൈറ്റ് കളർ, അത് പെർഫെക്റ്റ് വൈറ്റ് കളർ ഉണ്ടാക്കുന്നത് കൊണ്ട് പെയിന്റ്സിലൊക്കെ ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കോസ്മെറ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, സ്കിൻ കെയർ പ്രോഡക്ട്സിൽ ചിലപ്പോൾ ഒറ്റയ്ക്കായിട്ടും TiO2 യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ സിങ്ക് ഓക്സൈഡിന്റെ കൂടെയും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ അത് ഇഫക്റ്റീവായിട്ടുള്ള സൺസ്ക്രീൻ ലോഷൻസ്, സൺസ്ക്രീൻ ക്രീംസ് അതൊക്കെ ഉണ്ടാക്കാനും TiO2 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് TiO2ന്റെ പ്രൊഡക്ഷൻ അറ്റ് ടൈറ്റാനിയം products. Okay.